നമസ്കാരം. ഒരു പ്രത്യേക അറിയിപ്പ് സൂചിപ്പിക്കാനാണ്. നമ്മുടെ ക്ഷേത്രത്തിനകത്ത് ഏറ്റവും വലിയൊരു ക്രൗഡാണ്. പക്ഷേ ഇതിൻ്റെ ഇരട്ടി ക്രൗഡ് പുറത്തുണ്ട്. ഇതിനകത്തോട് ആളെ കയറ്റിവിടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് നിൽക്കുന്നവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ദയവായി നിങ്ങൾ പലരും മടങ്ങിപ്പോകണം. കാരണം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു തിരക്ക് പുറത്ത് അനുഭവപ്പെടുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അറിയിച്ച അനുസരിച്ച് ഇനി ക്ഷേത്രത്തിനകത്തേക്ക് ആരെയും കടത്തിവിടുവാൻ നിർവാഹമില്ലാതെ വഴികളെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദയവായി ക്ഷമിക്കണം. പരമാവധി ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്, അവർ തിരിച്ചുപോയി സഹായിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിവൃത്തിയില്ല. നമ്മുടെ ക്ഷേത്ര മൈതാനം ആകെ നിറഞ്ഞു കഴിഞ്ഞു. കുറച്ച് പേർക്ക് കിഴക്ക് ഭാഗത്ത് നമ്മുടെ LED-യുടെ മുമ്പിൽ സൗകര്യമുണ്ട്. ആ സൗകര്യം ഉപയോഗിക്കുക. ഇത് ഞാൻ പറയാതെ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. പക്ഷേ എവിടെയാണെന്ന് പിടി കിട്ടി കാണത്തില്ല. ഇത് കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കാണാൻ അവിടെ ഓഡിറ്റോറിയമെല്ലാം നിറഞ്ഞ് കവിഞ്ഞു കഴിഞ്ഞു. പിന്നീട് അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ പുറത്തുണ്ടായിരുന്നു. പക്ഷേ ആ പുറത്തുള്ളവരെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിചിത്രമായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റാണ് അവിടെ നടത്തിയത്. പക്ഷേ എനിക്ക് ആ അനൗൺസ്മെൻറ്റിനോട് വ്യക്തിപരമായിട്ടൊരു വിയോജിപ്പുണ്ട്. കാരണം ഭജൻസ് കാണാനും കേൾക്കാനുമാണല്ലോ വരുന്നത്. ഇപ്പോൾ കണ്ടില്ലെങ്കിലും കേൾക്കാം. ഈ കേൾവിയാണല്ലോ ഇതിനകത്ത് പ്രധാനപ്പെട്ട സംഗതി, ഭജൻസ് ആണല്ലോ. അപ്പോൾ അവർ പുറത്തുനിന്ന് കേട്ടോട്ടെ എന്ന് വെക്കാമായിരുന്നു. ഒരു പക്ഷേ ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് വേണ്ടി വന്നത് ചിലപ്പം പോലീസുകാരൊക്കെ ഈ സംഘാടകരോട് അതിൻ്റെ കാര്യങ്ങൾ ഒരുപക്ഷെ പറഞ്ഞു കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ അമ്പലപ്പുഴയ്ക്ക് അടുത്ത് തന്നെയാണ് വളഞ്ഞ വഴി എന്നൊക്കെ പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ട്. അത് STPക്ക് ശക്തിയുള്ള ചില പോക്കറ്റുകളും മറ്റുമൊക്കെയാണ്. പോരെങ്കിൽ ഇപ്പോൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. ഈ നന്ദഗോവിന്ദൻ ഭജൻസ് ആവട്ടെ, മറ്റ് ഭജൻസ് ആവട്ടെ, ഇതൊക്കെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഹൈന്ദവ വിശ്വാസമുള്ളവർ തന്നെ. അവർ ക്ഷേത്രത്തിലൊക്കെ പോകാൻ മടിച്ച ആളുകൾ ഇപ്പോഴും ആ പഴയ വിശ്വാസത്തിലോട്ട് വന്നിട്ടില്ല. പക്ഷേ ഈ ഭജൻസിൻ്റെ പിന്നാലെ വരുന്ന ഒരു കാഴ്ച അത്ഭുതകരമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അക്കൂട്ടത്തിൽ മറ്റു മത്സരമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവാം. അപ്പോൾ അതേപോലെ ഒരു പ്രവണതയാണ് ഈ അമ്പലപ്പുഴയിലും കണ്ടത്. ഒരുപക്ഷെ സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ വന്നു കാണും. അവിടെ പുറത്തും ഒരുപാട് ആളുകൾ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ മറ്റ് ഗാനമേളയൊക്കെ നടക്കുമ്പോൾ നമുക്കറിയാം, ഗാനമേളയൊക്കെ നടക്കുന്ന സമയത്ത് ചില പാട്ടിനിടയ്ക്ക് ആളുകൾ ഡാൻസ് കളിക്കുകയും തുള്ളുകയും മറ്റു ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുകയും ശല്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നീട് അടിപൊട്ടുകയും വലിയ ബഹളമൊക്കെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഒരു പരിപാടിയിലും ഇന്ന് വരെ യാതൊരു രീതിയിലുള്ള മോശം പെരുമാറ്റവും ഒരാൾ നടത്തിയിട്ടില്ല. കാര്യം ഭജൻസ് കാണാനാണ് വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഇവിടെ നടന്നാലോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളഞ്ഞ വഴി എന്നൊക്കെ പറഞ്ഞ് ചില സ്ഥലങ്ങളുണ്ട്, STP പോക്കറ്റുകളുണ്ട്. അവർ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്തുമൊക്കെ കുറച്ച് വാർഡുകളും മറ്റുമൊക്കെ ജയിച്ചിട്ടുള്ള ടീംസാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ബോധപൂർവ്വം വല്ല പ്രശ്നമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ ആ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടായിരിക്കാം പോലീസുകാരും മറ്റുമൊക്കെ ഈ സംഘാടകരോട് പറഞ്ഞിട്ട് ഇങ്ങനെ അവർക്ക് അനൗൺസ് ചെയ്യേണ്ടി വന്നത്. ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു പരിപാടിക്ക് ആൾ കൂടുതലാണ്, അതുകൊണ്ട് ബാക്കി പുറത്ത് നിൽക്കുന്നവരെല്ലാം വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് അഭ്യർത്ഥിക്കുന്ന രീതിയിലുള്ള ഒരു അനൗൺസ്മെൻ്റ് ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇതാ ഇവരുടെ ഈ പരിപാടിക്ക് പുറത്ത് നിന്ന ആളുകൾ നിങ്ങൾ അവിടെ നിന്ന് കേട്ടോ, സമാധാനമായിട്ട് കേട്ടോ എന്ന് പോലുമല്ല പറയുന്നത്. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളൂ, ഇത് ക്രമസമാധാന പ്രശ്നമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ ഉണ്ട് എന്ന് അവിടുത്തെ പോലീസുകാർക്കോ മറ്റോ ആർക്കെങ്കിലും തോന്നിക്കാണും. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വിചിത്രമായ ഒരു അനൗൺസ്മെൻറ്റ് നമുക്ക് കേൾക്കേണ്ടി വന്നത്. എന്തായാലും ഈ നന്ദഗോവിന്ദം ഭജൻസ് ആഗോളതലത്തിൽ തന്നെ ഈ വിശ്വാസികളും അല്ലെങ്കിൽ ഇത്തരം കാഴ്ചക്കാരും കേൾവിക്കാരുമുള്ള എല്ലായിടത്തും, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനത്തും ഗൾഫ് നാടുകളിൽ വരെ അവർ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ മലയാളികളുള്ള എല്ലായിടത്തേക്കും അവർക്ക് ക്ഷണമുണ്ട്. അവർക്ക് ഒന്നിനും സമയം തികയുന്നില്ല എന്നത് മാത്രമാണ് ഇപ്പോൾ അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാന വെല്ലുവിളി. എന്നിട്ടും എല്ലാ ദിവസവും അവർക്ക് പ്രോഗ്രാമുണ്ട്. അത് കാണാൻ പതിനായിരങ്ങളാണ് ആ വേദി അടുത്തേക്ക് ഒഴുകി വരുന്നത് എന്നാണ് നമുക്ക് ഓരോ പ്രോഗ്രാം കാണുമ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത്.